വന്നാൽ നമ്മൾ ഭയങ്കര കെയറിങ് ആയിരിക്കും അല്ലേ. നിസ്കരിക്കാതെ കിടക്കുകയാണ് 10-15 വയസ്സായ കുട്ടികൾ, +2നും ഡിഗ്രിക്കും പഠിക്കുന്ന മക്കൾ. ഉറങ്ങിക്കോട്ടെ, ഇന്നലെ എക്സാമിന് പഠിച്ചതല്ലേ, ക്ഷീണം ഉണ്ടാവും. സുബഹിക്ക് എണീക്കാതിരിക്കുമ്പോഴേ നമ്മളവിടെ അവരുടെ ശരീരത്തെ നമ്മൾ സ്നേഹിക്കുന്നു. അവിടെ ആത്മാവിനോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ വിളിച്ചുണർത്തൂലേ, മോളെ മോനെ ക്ഷീണുണ്ടെന്നൊക്കെ അറിയാം, എണീക്ക്, നിസ്കരിച്ചിട്ട് വേണമെങ്കിൽ ക്ഷീണുണ്ടെങ്കിൽ നീ കിടന്നോ, കുഴപ്പമില്ല, തളർന്നിട്ടല്ലേ, നിസ്കരിക്ക്. അവിടെ മാത്രം നമ്മൾ എന്തിനു സെന്റിമെന്റ് കാണിക്കുക? നിസ്കാരത്തിന്റെ വിഷയത്തിൽ അവിടെ എത്തുമ്പോൾ അത് കുട്ടിക്ക് ഓൾക്കണ ബോധ്യമായിട്ടില്ല, ഓൾക്കണ ബോധ്യമാകുമ്പോൾ നിസ്കരിച്ചോട്ടെ. ഇങ്ങനെ പറയുന്നവരുണ്ട്. എത്ര ഗൗരവമാണത്. ഹിജാബ് ധരിക്കണില്ല, അവര് ഹിജാബ് ധരിക്കാതെ നടക്കുന്ന പെൺകുട്ടിയെ എന്തേ മക്കളോട് എനിക്കത് പറയുന്നത് ഇഷ്ടമല്ല, ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അവരോട് നിർബന്ധിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടൂലല്ലോ, എന്നിട്ട് ഓൾക്ക് എന്നാ ബോധ്യപ്പെടണം അന്നോള് ചെയ്തോളും. ഇതല്ല അതിൻ്റെ മറുപടി. ഒരു കുട്ടി റോഡ് മുറിച്ചടക്കുമ്പോൾ ഓടുകയാണ്, നിങ്ങളെ കൈ കൊതറിയിട്ട്. ഓടിക്കോട്ടെ, കുട്ടിയല്ലേ എന്ന് പറയോ നിങ്ങൾ? അല്ല, കൈ പിടിച്ചു വെക്കുമോ? ഓന് ബോധം ഉണ്ടാകുമ്പോൾ നിന്നോളൂ. അപ്പോഴേ കാറ് തട്ടി കഥ തീരൂലേ. ഓന് ബോധം ഉണ്ടാകുമ്പോൾ ഓടാതിരുന്നോട്ടെ, റോഡ് മുറിച്ച് സീബ്ര ലൈനിൽ ഗ്രീൻ സിഗ്നൽ മാത്രം കാണുമ്പോൾ മുറിച്ച് കടന്നോളൂ, ഇപ്പം കുട്ടിയല്ലേ ഓടിക്കോട്ടെ, അങ്ങനെ പറയാറുണ്ടോ നമ്മൾ? എന്തുകൊണ്ട്? അതിൻ്റെ കോൺസിക്വൻസ് ഡേഞ്ചറാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ വിട്ടുക എന്നതുപോലെ ഇത് ചെറുപ്പത്തിൽ തർബിയത്ത് കൊടുത്തുകൊണ്ട് ഉണ്ടാക്കേണ്ട ഒരു സ്വഭാവമാണ്. ആ തർബിയത്ത് കൊടുക്കാതെ വിട്ടാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല. അതുകൊണ്ട് അവർക്ക് മുഴുവൻ ഈ ചെറുപ്പത്തിൽ തന്നെ കൺവിൻസ് ആവണമെന്ന് ഒരു നിർബന്ധമല്ല. അത് മാതാപിതാക്കളോട് അള്ളാഹുവിൻ്റെ കൽപ്പനത, നിങ്ങൾ മക്കളോട് നിസ്കരിക്കാൻ പറയണം. നിസ്കാരം എന്താണ്, അതിൻ്റെ പുണ്യം എന്താണ്, അതിൻ്റെ ശ്രേഷ്ഠത എന്താ, ഇതൊക്കെ ബോധ്യപ്പെടാൻ സമയമെടുക്കും എന്ന് വിചാരിച്ച് അതുവരെ അവർ ഉഴപ്പി നടക്കണം എന്നാണോ പറഞ്ഞത്? ജീവിതത്തിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നില്ലേ? ചെറിയ മക്കളെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിക്കുന്നില്ലേ? ചെറിയ മക്കൾക്ക് എടുത്ത പൊങ്ങാത്തത്ര ബുക്കുമായിട്ട് അവർ സ്കൂളിൽ പോകുന്നില്ലേ? അവൻ കുട്ടിയല്ലേ, ഇപ്പോൾ ബോധമൊക്കെ ഉണ്ടായിട്ട് അവൻ തന്നെ അങ്ങ് പഠിച്ചോളും പറയാറുണ്ടോ? കൂടെ ഇരുന്ന് ഹോംവർക്ക് ചെയ്തു കൊടുക്കുന്നില്ലേ? ആ കുട്ടിക്ക് കൺവിൻസ് ആയിട്ടാണോ നിങ്ങളത് പറഞ്ഞു കൊടുക്കുന്നത്? എന്തുകൊണ്ട് ഇവൻ ഇപ്പം ABCD പഠിച്ചാലേ വലുപ്പത്തിൽ ഡിഗ്രി എഴുതാൻ പറ്റുള്ളൂ എന്ന പോലെ ഇപ്പം നിസ്കാരം പഠിപ്പിച്ചാലേ അവർ ഏത് ഹോസ്റ്റലിലും ഏത് ക്യാമ്പസിലും പോയി നിന്നാൽ അള്ളാനെ പിടിച്ച് ജീവിക്കുള്ളൂ. അതുകൊണ്ട് ഓൽക്ക് ബോധ്യപ്പെടട്ടെ എന്ന് പറയലല്ല അവരുടെ യുക്തി. വാഖിമിസ്വലാത്ത ലിദിക്രി, ഇത് മുസ്ലിമാ ബൈനനാ വ ബൈനൽ കുഫ്രി തർക്കുസ്വലാ, നമ്മളും നിരീശ്വരവാദവും തമ്മിലുള്ള വ്യത്യാസം തർക്കുസ്വലാ, നിസ്കാരം ഒഴിവാക്കുന്നിടത്താണ്. നിസ്കാരം ഒഴിവാക്കിയാൽ നമ്മൾ അവരൊരുപോലെ ആയിപ്പോയി. ബൈനനാ വ ബൈനൽ കുഫ്രി അസ്വലാ, നമ്മളും കുഫറും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരത്തിൻ്റെ വിഷയത്തിലാണ്. നിസ്കരിക്കാത്തൊരു മനുഷ്യൻ എന്ത് മുസ്ലിം? അവൻ മുസ്ലിമാണെന്ന് പേര് പറഞ്ഞാലും അവൻ മുസ്ലിമല്ല. എന്തേ? നമ്മളും അവരും വേർതിരിക്കപ്പെടുന്നത് അള്ളാഹുവിനോടുള്ള ഈ 5 നേരത്തെ ബന്ധത്തിലാണ്. അത് അള്ളാഹു നിർബന്ധമാക്കിയതാണ്. അത് ഓപ്ഷനായി വിട്ടു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്, ആരും ചെയ്യൂല. അത് റബ്ബ് നിർബന്ധമായി പിടിച്ചുകൊണ്ടുവന്നതാണ് നമ്മളെ. നിങ്ങൾക്ക് ഒരുപാട് തിരക്കുണ്ടെന്നറിയാം, എനിക്ക് വേണ്ടി നിങ്ങൾ യു ഹാവ് ടു സ്പെയർ യുവർ 2 minutes 3 minutes. ദുഹർ മാസം നിസ്കരിച്ചേ പറ്റൂ, മഗ്രിബ് നിസ്കരിച്ചേ പറ്റൂ, ഇശാ നിസ്കരിച്ചേ, സുബ്ഹി നിസ്കരിച്ചേ പറ്റൂ.